Good morning all. ഇന്നത്തെ ടോപ്പിക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ മെന്റൽ റിട്ടാർഡേഷൻ. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വിത്ത് ബിലോ ആവറേജ് ഇന്റലക്ച്വൽ എബിലിറ്റി. ബിലോ ആവറേജ് ഇന്റലക്ച്വൽ എബിലിറ്റി ഉള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിലുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഡെയിലി അഡാപ്റ്റീവ് സ്കിൽസ്, അതായത് അഡാപ്റ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ, സെൽഫ് കെയർ, സോഷ്യൽ സ്കിൽസ്, ഡെയിലി ലിവിങ്, ഇതൊക്കെ അവർക്ക് പ്രോബ്ലംസ് നേരിടുക. അതുപോലെ തന്നെ തിങ്കിങ്, ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള ഇന്റലക്ച്വൽ എബിലിറ്റീസും അവർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അതല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് നമ്മൾ പറയും. മെന്റലി റിട്ടാർഡ് പേഴ്സൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏകദേശം ഒരു 18 ഇയേഴ്സിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഇവരെ പറ്റി അറിയാൻ പറ്റും. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതിനൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് മൈൽഡ് ഉണ്ട്. മൈൽഡ് പറയുമ്പോൾ 50 to 70 ഇയേഴ്സിലാണ് മൈൽഡ് വരുന്നത്. അതുപോലെ തന്നെ മോഡറേറ്റ് IQ വരുന്നത് 35 to 49 ആയിരിക്കും. സിവിയർ കേസിൽ IQ 20 മുതൽ 34 വരെ ആയിരിക്കും. പ്രൊഫൗണ്ടിൽ വരുമ്പോൾ ബിലോ 20 ആയിരിക്കും വരുന്നത്. ഇനി മൈൽഡിൽ സാധാരണ രീതിയിൽ എന്തൊക്കെയായിരിക്കും? ഇവർക്ക് ദേ ക്യാൻ ലേൺ അക്കാഡമിക് സ്കിൽസ്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ മിനിമം സപ്പോർട്ടൊക്കെ ഇവർക്ക് ആവശ്യം വരുന്നുള്ളൂ. മോഡറേറ്റ് ആകുമ്പോഴത്തേക്കും ദേ നീഡ് സപ്പോർട്ട്. ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളിൽ പോലും അവർക്ക് അല്ലെങ്കിൽ പഠിക്കുന്നതിനൊക്കെ അവർക്ക് ഒരു സപ്പോർട്ട് വേണ്ടി വരും. സിവിയർ കേസിലൊക്കെ എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കുറവായിരിക്കും. കണ്ടിന്യൂസ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇനി പ്രൊഫൗണ്ടിൽ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫുൾ ടൈം കെയർ ആൻഡ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ കോസസ് ഏതൊക്കെയാണെന്ന് പറയാം. പ്രീനേറ്റലിൽ വരുമ്പോൾ ജനറ്റിക് ഡിസോർഡർ കൊണ്ട് വരാം, അല്ലെങ്കിൽ പുവർ മെറ്റേണൽ ന്യൂട്രീഷൻ കൊണ്ട് വരാം, ആൽക്കഹോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെ വരാം, ഇൻഫെക്ഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം. ഇനി പെരിനേറ്റലിൽ എന്തൊക്കെയാണ് കാരണങ്ങളാവുന്നതെന്ന് നോക്കാം. ലാക്ക് ഓഫ് ഓക്സിജൻ അറ്റ് ബർത്ത്, പ്രിമച്വർ ബർത്ത് ഇഞ്ചുറീസ്, ഇതിലൊക്കെ കൊണ്ട് കോസസ് വരുന്നുണ്ട് പ്രീനേറ്റലില്. അതുപോലെ പോസ്റ്റ്നേറ്റലിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെയിൻ ഇൻഫെക്ഷൻസ് കൊണ്ടിട്ട് വരാം, ഹെഡ് ഇഞ്ചുറി കൊണ്ടിട്ടുണ്ടാകാം, മാൽന്യൂട്രീഷൻ കൊണ്ടിട്ടുണ്ടാകാം, ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻസ് കൊണ്ടിട്ടും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇവർക്ക് കൊടുക്കാവുന്ന ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, 1 to 1 കൊടുക്കുക. സിമ്പിൾ ലാംഗ്വേജ് ഇവർക്ക് യൂസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. അതുപോലെ പോസിറ്റീവ് ഒരു റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോണ്ടിസോറിയിലെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ലേണിംഗ്. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും? നമുക്ക് കണ്ണുകൊണ്ട് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ആ രീതിയിൽ നിന്നിട്ടും അബ്സ്ട്രാക്ട്, ഇപ്പൊ നമുക്ക് തൊട്ടും തലോടിയൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സ്നേഹം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ ലേണിംഗ് കൊണ്ടുപോവുക. സെൽഫ് ബേസ്ഡ്, അവർക്ക് സ്വയം ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ടിയത് ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കൊടുക്കാവുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ഏതൊക്കെയാന്ന് വെച്ചാൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റും, നമ്പർ റൂൾസ് മാത്ത് പഠിക്കാൻ വേണ്ടി കൊടുക്കാം. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം ആ ഡേ ടു ഡേ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അതുപോലെ കളർ ടാബ്ലറ്റ്സും ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയറും ഹെൽപ്പും ഒക്കെ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവർക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മീനിങ് ഫുൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അതിലേക്ക് അവർക്ക് എത്തിച്ചേരാനും കഴിയും. പക്ഷെ അതിന് അവരുടെ ഒപ്പം എപ്പോഴും ആൾക്കാരും അതുപോലെ അവരെ അതുപോലെ കൊണ്ടുപോകും. അതായത് അവർക്ക് ലവും കെയറും ഒക്കെ കൊടുത്ത് അവരുടെ ഒപ്പം എപ്പോഴും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്തി ഹാപ്പി ആയിട്ട് ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. That's all for today. Thank you.